Morning to all. Good morning, ma'am. Good morning. Morning. Good morning. Good morning, ma'am. Morning. Starting another. Okay. Prayers. Good morning, Miss, and good morning, friends. I am Innamol. I am going to coordinating the class today. First of all, I wish everyone a good day. It's good to start any day with prayer. So I would like to invite Archana for the prayer song. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണി ചൂടുവയ്ക്കുമീ പദങ്ങൾ നിർത്തലോലമാകണി കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണി അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണി പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണി ഹൃദയരാഗതന്ത്രിമീട്ടി. താങ്ക് യു. Thank you, Archana. Then I would like to invite Ranjini to sign in. A very good morning to everyone. My name is Ranjini. Happy to see you all. I welcome our beloved Ashwati ma'am and all the teachers who joined to be part of today's class. Let us make this opportunity to learn, share and grow together. Thank you. Thank you, Ranjini. When you think positive things, you have a positive mind. So I would like to invite Sanila to share a good thought. Hi everyone, good morning everyone. Today I am going to say a little story. The Lion and the Mouse. One day a lion slept under a tree. One mouse playing on it. Then the lion wake up and angered. The mouse begged for forgiveness. The lion let him go. After some days, the lion caught up in a net. The mouse came and cut the net and saved the lion. Then they became good friends. The moral of the story is do good and have good. So be happy always, do good always. Have a nice day, everyone. Thank you. Thank you, Sanila. Okay. So once again, morning to all. And how are you? Fine. Okay. Active ആണ് അല്ലേ? മിസ് സൗണ്ട് കുറവാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു. നമുക്ക് കുറവാണോ? ആണോ? ആ കുറവായിട്ട് തോന്നി. ഇവിടുത്തെ കുഴപ്പമാണെന്ന് അറിയില്ല. അതെ മാം, കുറവാണ്. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ. Clarity. Just wait a second. Okay. ഇപ്പൊ okay ആണോ? Clear ആണോ? Yes, ma'am. Yeah. Okay. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് വെറുപ്പ് ചാപ്റ്റർ ആണ് എടുത്തത് അല്ലെ? മനസ്സിലായോ എല്ലാരും? അല്ലെ ട്രാൻസിറ്റീവ് വെർബ് എന്താണ്, റെഗുലർ എന്താണ്, ഇറഗുലർ എന്താണ് അല്ലെ? ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോ നമ്മള് റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ് രണ്ടും പഠിച്ചു. അതെങ്ങനെയാണ് അല്ലെ? കണ്ടിന്യൂസ്ലി റെഗുലർ ആയിട്ട് പോകുന്ന വെർബ്സിന് എല്ലാവരും റെഗുലർ വെർബ് എന്ന്
കുറച്ചുകൂടി V1, V2, V3 ഫോംസ് കുറച്ച് ഡിഫറെന്റ് ആണെങ്കിൽ അത് ഇറഗുലർ വെർബ് ആണെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്താം. എക്സാമ്പിൾസ് മീൻസ് നമുക്ക് ഒരുപാട് അത്യാവശ്യം കുറച്ചധികം വേർബ്സ് ഉണ്ട്. നോട്ട്ബുക്കിൽ എഴുതിയാലോ? ഓക്കെ, സോ ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹെഡിങ് റെഗുലർ വെർബ്. റെഗുലർ വെർബ്സ് ഏതാ? നമുക്ക് അത്യാവശ്യം വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെ. പിന്നെ സംസാരിക്കണമെങ്കിൽ ഗ്രാമർ മാത്രം അറിഞ്ഞത് കൊണ്ടായില്ല അല്ലെ, വൊക്കാബും കൂടെ വേണം. സോ ഇത് വേർബ് ആണ് കേട്ടോ, ഞാനിപ്പോ പറയുന്ന വേർബ് ആണ്. നൗൺ ഉണ്ട്, എല്ലാം പഠിക്കണം. ഇത് അത്യാവശ്യം കുറച്ച് വേർബ്സ് ഞാൻ നോട്ട്സിൽ പറയാം, അത് എഴുതിയെടുക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രൊണൗൺസിയേഷൻ ആണെങ്കിലും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ? എഴുതി എല്ലാവരും? ഓക്കെ, ഞാൻ പറയുന്നത് V1, V2, V3 ഫോംസ് ആണ്. അതില് V1 നിങ്ങൾക്ക് ടോപ്പിൽ എഴുതാട്ടോ. V1, V2, V3 എഴുതാം. V1 ശേഷം V1, V2 നടക്ക് കുറച്ച് സ്പേസ് വിടാം. നമുക്ക് ഒരു മീനിങ് കൂടെ എഴുതണം അല്ലെ, മലയാളം മീനിങ് കൂടെ എഴുതണം. സോ കുറച്ച് സ്പേസ് വിടാം കേട്ടോ. അപ്പോ V1 മീനിങ്, V2, V3 അങ്ങനെ 4 കോളം അല്ലെ, 4 റോസ് ഉണ്ടെന്ന് വരയ്ക്കോ അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ എഴുതി വെച്ചാലും മതി. ഓക്കെ, ഞാൻ പറയുന്നത് 3 ഫോംസ് ആണ് കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, നോക്കി എഴുതാട്ടോ. അബ്സോർബ്, 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 അബ്സോർബ്. ഇത് V1, V2, V3 ഫോംസ് ആണ്. ഇനി ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ V1 ഉം V2 മാത്രമേ ടെക്സ്റ്റ് ചെയ്യുള്ളൂ. കാരണം V3 ഓൾറെഡി സെയിം തന്നെയാണ്, V2 സെയിം തന്നെയാണ്. പക്ഷെ നിങ്ങൾ V2 മാത്രം എഴുതരുത്. V1, V2, V3 മൂന്നും കംപ്ലീറ്റ് ആയിട്ട് തന്നെ നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. ഓക്കെ, accept, accepted, accepted. നിങ്ങൾ എഴുതുമ്പോ 3 എഴുതാം. V1, V2, V3. ഓക്കെ, V1 എന്താണെന്ന് V2 എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലേ. V1 മീൻസ് പ്രസന്റ്, V2 പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇനി V1 എന്താണ്, V2 എന്താണെന്ന് ആരും ചോദിക്കരുത്. V1 പ്രസന്റ്, V2 പാസ്റ്റ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, accuse, accused, accused. ആദ്യം വേർഡ്സ് ചെയ്താട്ടോ, അതിനുശേഷം ഞാൻ ലാസ്റ്റ് മീനിങ് പറയാം. ഓക്കെ, ഒരു കാര്യം, അതെ V1, V2 എന്താന്ന് പറഞ്ഞ, V3 പാസ്റ്റ് പാർട്ടിസിപ്പന്റ്, V1, V2 എന്തിട്ടാന്ന് പറഞ്ഞ? V1 പ്രസന്റ് ആണ് കേട്ടോ, പ്രസന്റ്. V1 present, V2 past, V3 past participle. Okay. Okay. ഞാനിപ്പോ ടെക്സ്റ്റ് ചെയ്യുന്ന വേർഡ്സ് നിങ്ങൾക്ക് നോർമലി ചിലപ്പോൾ അറിയാം, ഞാൻ ഫെമിലിയർ ആയിരിക്കും, എന്നാൽ പോലും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, അച്ചീവ്, അച്ചീവ്ഡ്, അച്ചീവ്ഡ്. add, added, added. Address, addressed, addressed. Admire, admired, admired. Allow, allowed, allowed. Appoint, appointed, appointed. Approach, approached, approached. Approve, approved, approved. Arrange, arranged, arranged.
Arrive, arrived, arrived. Attack, attacked, attacked. Attract, attracted, attracted. Avoid, avoided, avoided. Bark, barked, barked. Beg, begged, begged. Behave, behaved, behaved. Believe, believed, believed. Blame, blamed, blamed. Call, called, called. Cancel, cancelled, cancelled. Care, cared, cared. Carry, carried, carried. ഓക്കെ, ഇത് കഴിയുമ്പോ പറയാട്ടോ. ഓക്കെ, എല്ലാരും കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയി. സോ then write down the meaning. Okay, write down the meaning. Absorb means എന്താ? Absorb വലിച്ചെടുക്കുക എന്നാണ് കേട്ടോ. Absorb വലിച്ചെടുക്കുക. Absorb വലിച്ചെടുക്കുക. Accept അംഗീകരിക്കുക. Accept അംഗീകരിക്കുക. Absorb വലിച്ചെടുക്കുക. Accept അംഗീകരിക്കുക. Accept അംഗീകരിക്കുക. Achieve നേടുക അല്ലെ? Achieve എന്താണ്? നേടുക. Achieve നേടുക. Absorb വലിച്ചെടുക്കുക. Accept അംഗീകരിക്കുക. Accuse ഉണ്ടല്ലേ? Accuse കുറ്റപ്പെടുത്തുക. Accuse കുറ്റപ്പെടുത്തുക. Achieve നേടുക. Achieve നേടുക. Add എന്താ? കൂട്ടിച്ചേർക്കുക. Add കൂട്ടിച്ചേർക്കുക. Address address എന്താ? What's the meaning of address? വിലാസം. അഡ്രസ് സംബോധന ചെയ്യുക എന്നാണ് കേട്ടോ. ഓക്കെ, സംബോധന ചെയ്യുക.
അപ്പൊ നിങ്ങൾ ചിന്തിക്കും എന്താണ് അഡ്രസ് എന്ന് പറയുന്നത് മെയിൻവിലാസ് അല്ലേ എന്നൊരു ചിന്ത വന്നോ? വന്നു. അതിന്റെ ഉത്തരം ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം എന്താണ്? വെർബാണ്, പ്രവൃത്തികളാണ് അല്ലെ. നമുക്ക് വെർബും ഉണ്ട്, നൗണും ഉണ്ട്. നൗൺ എന്താ? നെയിം ആണ്. അപ്പൊ മെയിൻവിലാസ് എന്ന് പറയുന്നത് വെർബാണോ നൗൺ ആണോ? നൗൺ ആണ്. മനസ്സിലായോ? അതുകൊണ്ട് അഡ്രസ്സിന് രണ്ട് മീനിങ് ഉണ്ട്. സെന്റൻസിന്റെ ബേസ് ചെയ്തിട്ട് മീനിങ്ങിന്റെ ചേഞ്ചസ് വരും. ഓക്കെ, ഇവിടെ ആയതുകൊണ്ട് മീനിങ് എന്താണ്? സംബോധന ചെയ്യുക. ഓക്കെ, ഒരാളെ നമ്മൾ അഭിസംബോധന ചെയ്യണമെങ്കിൽ അഡ്രസ് അല്ലെ, അഡ്രസ് ചെയ്യുന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, സംബോധന ചെയ്യുക എന്നാണ്. ദെൻ അഡ്മയർ എന്താ? ആദരിക്കുക. അഡ്മയർ ആദരിക്കുക. അഡ്മയർ ആദരിക്കുക. അല്ലോ അല്ലോ എന്താ? അനുവദിക്കുന്നു. അനുമതി. Then appoint. അപ്പോയിന്റ് ചെയ്യുക, നിയമിക്കുക. അപ്പോയിന്റ്. അപ്രോച്ച്. സമീപിക്കുക. സമീപിക്കുക. അപ്രോച്ച് സമീപിക്കുക. അപ്രൂവ്. അംഗീകാരം കൊടുക്കുക. അംഗീകരിക്കുക. അംഗീകരിക്കുക. അപ്രൂവ് അംഗീകരിക്കുക. അപ്പൊ മാം അക്സെപ്റ്റും അംഗീകരിക്കുകയല്ലേ? അക്സെപ്റ്റ് അംഗീകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നൊക്കെ പറയാം. അക്സെപ്റ്റ്. ഐ അക്സെപ്റ്റ് യുവർ റിക്വസ്റ്റ്. റിക്വസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നു അല്ലെ. അപ്രൂവ് എന്താണ്? അപ്രൂവ് അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അപ്രൂവ് ചെയ്യുക. നമ്മള് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വെക്കുകയാണെങ്കിൽ അല്ലെ, സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അപ്രൂവ് ചെയ്തെന്ന് പറയും, അത് അംഗീകരിച്ചു എന്ന് പറയും അല്ലെ. അപ്പൊ ആ രണ്ടും വ്യത്യാസമുണ്ട്. സെന്റൻസിൽ വരുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, എല്ലാ വേർഡ്സും അങ്ങനെയാണ് കേട്ടോ. ഓരോ വേർഡ്സിലും ഓരോ സെന്റൻസിൽ വരുമ്പോഴും അതിന് മീനിങ്ങിന് ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. അപ്രൂവ് അംഗീകരിക്കുക. അറേഞ്ച് ക്രമീകരിക്കുക. അറേഞ്ച് ചെയ്യുക അല്ലെ, ക്രമീകരിക്കുക. അറേഞ്ച് ക്രമീകരിക്കുക. അറൈവ് എത്തിച്ചേരുക. എത്തിച്ചേരുക ഓർ വന്നു ചേരുക എന്നൊക്കെ പറയാം. Then attack. ആക്രമിക്കുക. Attack ആക്രമിക്കുക. Then attract. ആകർഷിക്കുക. Attract ആകർഷിക്കുക. Avoid. നിരസിക്കുക. പകടിക്കുക. ഒഴിവാക്കുക. നിരസിക്കുക. ഒഴിവാക്കുക. Then bark. കുരയ്ക്കുക. കുരയ്ക്കുക. Bark. Then beg. Beg means യാചിക്കുക അല്ലെ. And behave. പെരുമാറുക. പെരുമാറുകയാണോ? പെരുമാറുക. Believe.
വിശ്വസിക്കുക. Then blame. കുറ്റപ്പെടുത്തുക. കുറ്റപ്പെടുത്തുക. Call. വിളിക്കുക. വിളിക്കുക. ക്യാൻസർ പ്രത്യേകിച്ച് മീനിങ് ഒന്നും പറയണ്ട, അറിയാം. കെയർ. പരിപാലിക്കുക. പരിപാലിക്കുക. പരിചരിക്കുക. കെയർ ചെയ്യുക. ക്യാരി. ചുമക്കുക. ചുമക്കുക, വഹിക്കുക എന്ന് പറയാം. ഓക്കെ, സോ നമ്മള് പൊതുവെ മലയാളീസ് എല്ലാ വേർഡ്സും മലയാളത്തിലല്ല പറയുന്നു. മോസ്റ്റ്ലി നമ്മള് ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇതിന്റെയൊക്കെ മലയാളം മീനിങ് മാക്സിമം നോക്കാതിരിക്കാൻ നല്ലത്. കാരണം നമ്മൾ മോസ്റ്റ്ലി ഇംഗ്ലീഷ് ആണ് പറയുന്നത്. ഇപ്പൊ ക്യാൻസൽ എന്ന് പറയുന്നത് ക്യാൻസൽ തന്നെയാണ് നമ്മൾ പറയാറ്. മലയാളം നമ്മൾ ഒരിക്കലും പറയാറില്ല, ശരിയല്ലേ? റദ്ദ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും ഇല്ല അല്ലെ? അപ്പൊ പൊതുവേ നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യാറ്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുന്ന വേർഡ്സിന്റെ ഒന്നും മലയാളം മീനിങ് നിങ്ങൾ പറയേ വേണ്ട, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട കേട്ടോ. ഇംഗ്ലീഷ് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പോ നമ്മളിപ്പോ എഴുതിയ അത്യാവശ്യം കുറച്ച് വേർഡ്സിന്റെ മീനിങ് എല്ലാം നിങ്ങൾക്ക് അറിയാം, ശരിയല്ലേ? എല്ലാം അറിയാം. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഈ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല? ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാത്തിനും മീനിങ്സും അറിയാം, എല്ലാ വേർഡ്സും അറിയാം. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ആ വേർഡ്സ് ഒന്നും സെന്റൻസിലായി സംസാരിക്കുമ്പോഴാണെങ്കിൽ യൂസ് ചെയ്യുന്നില്ല? തെറ്റിപ്പോകുന്നുള്ള പേടി. തെറ്റിപ്പോകുന്നുള്ള പേടി. പിന്നെ പിന്നെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും. ഇതോ ഗ്രാമർ മിസ്റ്റേക്ക്, കോൺഫിഡൻസ് കുറവ്. കോൺഫിഡൻസ് കുറവ്, ഗ്രാമർ മിസ്റ്റേക്ക്. ഓക്കെ, ഇവിടെ വേർഡ്സ് പറയുമ്പോ ഗ്രാമർ മിസ്റ്റേക്കിന്റെ ആവശ്യമില്ലല്ലോ. ഓരോ വേർഡ്സ് അല്ലേ നമ്മൾ പറയുന്നുള്ളൂ. പറഞ്ഞു ശീലിക്കാത്തോണ്ട് പറഞ്ഞു ശീലിക്കാത്തതുകൊണ്ട് കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഇപ്പോ കറക്റ്റ് സമയത്ത് ഇത് ഓർമ്മ വരാറുണ്ടോ? ഇല്ല. അതാണ് മാം കൺഫ്യൂഷൻ ആണ്. അത് തന്നെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അതാണ് സത്യത്തിൽ നടക്കുന്നത്. നമ്മൾ ഓർക്കാറില്ല, നമുക്ക് ഓർമ്മ വരുന്നില്ല. നമുക്കറിയാം. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ ബ്ലെയിം ചോദിക്കുമ്പോ അറിയാം, പക്ഷെ നിങ്ങൾക്ക് അത് പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോ നിങ്ങൾക്ക് ഈ പറയുന്ന ആ ബ്ലെയിം എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടുന്നില്ല, ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ ഓക്കെ, ഇതാണല്ലോ എന്ന് ചിന്തിക്കും. ഇതാണ് നടക്കുന്നത്. അല്ലാതെ ഗ്രാമർ മിസ്റ്റേക്ക് വരുമോ തെറ്റിപ്പോകോ എന്ന് ഓർത്തിട്ടല്ല. നമുക്ക് ആ വേർഡ് ഓർക്കാൻ പറ്റുന്നില്ല, നമുക്ക് സ്പോട്ടിൽ അത് വരുന്നില്ല, പറയാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയോ? എന്തോ യൂസാക്കാത്തോണ്ടായിരിക്കും. പ്രാക്ടീസ് ചെയ്യാത്തതാണ് കേട്ടോ. നമ്മൾ ഏത് കാര്യമാണെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ചെയ്യണേ. പഠിച്ചൊരു വേർഡ്സ് ആണെങ്കിലും ന്യൂ വേർഡ്സ് കിട്ടിയാലും നമ്മളത് യൂസ് ചെയ്യണം. അങ്ങനെ യൂസ് ചെയ്താൽ മാത്രമാണ് പിന്നീട് നമുക്ക് ഓർക്കാനും പറ്റും, ഓൺ സ്പോട്ടിൽ നമുക്ക് പറയാനും പറ്റും. അതുകൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യും എല്ലാ വേർഡ്സും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ പെർ ഡേ എന്തെങ്കിലും ഇംഗ്ലീഷുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ എപ്പോഴും ആവശ്യമാണ്. കാരണം പുതിയ പുതിയ വേർഡ്സ് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് നമ്മൾ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക. സോ ഗ്രാമർ അറിയില്ലെങ്കിൽ പോലും നമുക്ക് തട്ടിയും മുട്ടിയും പറഞ്ഞു നിൽക്കണമെങ്കിൽ നമുക്ക് വൊക്കാബുലറി ആവശ്യമാണ്, അല്ലെ? ചുറ്റും ഒന്ന് നോക്കിയേ, നിങ്ങൾ ചുറ്റും നോക്കിയേ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ചുറ്റും നോക്കിയേ. എല്ലാത്തിന്റെയും എല്ലാ വസ്തുക്കളുടെയും പേര് നിങ്ങൾ ഇംഗ്ലീഷിൽ അറിയോ? അത് മാത്രമല്ല, നിങ്ങൾ ചുറ്റുള്ളവർ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങൾക്ക് അറിയോ? ഇല്ല, നിങ്ങളത് ആലോചിച്ചിട്ടില്ല, അല്ലെ? അത് പഠിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുമില്ല. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ടഫാണ്, ഓർക്കാൻ പറ്റുന്നില്ല, തെറ്റിപ്പോകുമോ എന്നൊരു പേടിക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് ഓവർ തിങ്കിങ് ആണ്. അത് നമുക്ക് എങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും, നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് സൊല്യൂഷൻ എന്താണ് എന്ന് ആരും ചിന്തിച്ചിട്ടില്ല.
ശരിയല്ലേ? അതാണ് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല. നമുക്ക് കുറെ പോരായ്മകളുണ്ട് നമുക്കറിയാം, പക്ഷെ അതെങ്ങനെ പരിഹരിക്കാം നമ്മൾ നോക്കിയിട്ടില്ല. അത് നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് എന്നല്ല എന്ത് കാര്യവും പഠിക്കാൻ പറ്റും. മടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ശരിയല്ലേ? മടിയുണ്ടോ നിങ്ങൾക്ക്? സത്യം പറയാം, മടിയില്ലാത്തവരായില്ല. ഞാൻ പറയുന്ന എനിക്ക് പോലും ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ കുറെ ദിവസം പ്ലാൻ ചെയ്യും, പക്ഷെ നടക്കില്ല, ഭയങ്കര മടിയാണ്. മാറ്റണം, കുറെ നമ്മൾ ചേഞ്ച് ചെയ്യാം. ഫോണിൽ അഡിക്ഷൻ ഉണ്ട് ആർക്കെങ്കിലും? അഡിക്ഷൻ ഉണ്ടോ? ഫോൺ യൂസ് ചെയ്യാൻ അഡിക്ഷൻ മീൻസ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫോൺ കയ്യിലെടുക്കും. അങ്ങനെയുണ്ടോ? ഇതൊക്കെ എനിക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ചെയ്യാറുണ്ട് മാഡം. ആ ശരി, അത് അഡിക്ഷൻ ആണ് കേട്ടോ. മാറ്റണം. ഭയങ്കര അഡിക്റ്റ് ആയി നമ്മള് ഫോണില്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫോൺ ഇല്ലാണ്ട് പറ്റില്ല എന്നായി. ഫോൺ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകോ, അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടാകോ, നമ്മൾ ഫുള്ള് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ചിന്തയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഫോൺ പോയി എടുത്ത് നോക്കിയിരിക്കും. ഷുവറാണ്, അഡിക്ഷൻ ആണ് കേട്ടോ അത്. മാറ്റണം. മാറ്റേണ്ട സമയമായിട്ടുണ്ട്. എപ്പോഴെങ്കിലും കുറച്ച് നേരം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സൈലന്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നെറ്റ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് റിലാക്സ് ചെയ്ത് എവിടെയെങ്കിലും പോയിരിക്കുക. പറ്റില്ല, നമുക്ക് ആ ഒരു ഇത് വരും, ഫോൺ എടുക്കണം എന്നുള്ളൊരു ത്വര വരും. പക്ഷെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു അഡിക്ഷൻ അങ്ങോട്ട് മാറും. നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ, അത് എൻഗേജ്ഡ് ആകാന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുക ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യാം ഇംഗ്ലീഷ് ബുക്സ്. ഏതെങ്കിലും ഇംഗ്ലീഷ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഉറക്കം വരും, ഇതൊക്കെ ഉണ്ടാകും. കാരണം എന്താണ്? ആ വേർഡ്സ് അറിയാത്തതുകൊണ്ടാണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റോടെ നിങ്ങൾ ഓരോ ഏതെങ്കിലും സിമ്പിൾ കുട്ടികളുടെ ഫെയറി ടേൽസോ എന്തെങ്കിലും കുട്ടികളുടെ ബുക്സ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ബുക്സ്, അത് വായിച്ചാലും മതി. നമ്മൾ ആസ് എ ബിഗിനേഴ്സ് ആണ്. സോ നമുക്ക് കടകെട്ടി വാക്കൊന്നും ആവശ്യമില്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് എങ്കിലും അറിഞ്ഞിരിക്കണം. സോ കുട്ടികൾ ഇംഗ്ലീഷ് ബുക്സ് വായിക്കുന്നതിന് കുറച്ച് ബെറ്റർ. വായിക്കുക, നമുക്ക് കുറെ കഴിയുന്നത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓരോ വേർഡ്സും നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുക, നോട്ട് ചെയ്തിരിക്കുക, മീനിങ് എഴുതാ, നോട്ട് ചെയ്തിരിക്കുക. എന്നിട്ട് ആ വേർഡ്സ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ അതിന്റെ പ്രൊണൗൺസിയേഷൻ ആണെങ്കിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ വേർഡ്സ് അറിയാം, ഫെമിലിയർ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് യൂസ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ വേർഡ്സ് വരും, നമ്മൾ പോലും അറിയില്ല. ഓക്കെ, നമ്മുടെ മൈൻഡ് അത് ചിന്തിക്കുന്നതിന് മുന്നേ നമ്മൾ വായിൽ അത് വരും. നമ്മൾ പറഞ്ഞിരിക്കും, അത്രയേ ഉള്ളൂ. അത് നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ റൊട്ടീൻ അല്ലെ, നിങ്ങളിപ്പോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന റൊട്ടീൻ, ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ബെറ്റർ അല്ലെ? ഒരു നല്ല റൊട്ടീൻ ആണോ ഇപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല അല്ലെ? അല്ല, അത് നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഫോളോ ചെയ്യുന്ന റൊട്ടീൻ നല്ലതല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അത് ചില സമയങ്ങൾക്ക് നമുക്ക് പറ്റുന്നതാണ്. നമ്മുടെ മൈൻഡിൽ കുറച്ച് മൈൻഡല്ലേ, നമ്മുടെ മനുഷ്യന്മാരല്ലേ, പല പല ചിന്തകളും പല സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ മൈൻഡ് മാറും. നല്ല റൊട്ടീൻസ് ഫോളോ ചെയ്ത ഒരാള് പെട്ടെന്ന് ചിലപ്പോൾ ചേഞ്ച് ആകാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ മാക്സിമം നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇഗ്നോർ ചെയ്യാം. എന്നിട്ട് ഒരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്യും. കുറച്ച് നമുക്ക് നാളെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും പിന്നീട് ഒരു ഹാബിറ്റ് ആയിട്ട് മാറും കേട്ടോ. അങ്ങനെയാണ് അത് പൊതുവെ ഹാബിറ്റ് ആയിട്ട് മാറും. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 4 മണിക്കാകും അല്ലെങ്കിൽ ഒരു മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് പേരെ ഇരിക്കാം. മീൻസ് ചിലപ്പോ തലവേദന വരാം, അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ വരും ആ ടൈമില് ചായ കിട്ടിയില്ലെങ്കിൽ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതൊരു റൊട്ടീൻ അല്ലേ, ഒരു ഹാബിറ്റ് അല്ലേ നിങ്ങളത് ശീലിച്ചു വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് വരുന്നത് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ശീലിക്കുകയാണെങ്കിൽ പിന്നെ അത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. ഈവൻ നമ്മളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ബുക്ക് വായിക്കുകയാണ്, ഒരു കണ്ടിന്യൂസ്ലി നമ്മൾ 1 മന്ത് അത് ഫോളോ ചെയ്ത് ആ ബുക്സ് വായിക്കുകയാണെങ്കിൽ പിന്നീട് ആ ടൈമിൽ നിന്നൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബുക്സ് അറിയാണ്ടാണെങ്കിൽ പോലും നമ്മൾ കയ്യിൽ എടുക്കും. ചിലപ്പോൾ ബുക്സിനോട് അഡിക്ഷൻ വരും, നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വരും. അതൊക്കെ കുറച്ചൊരു ബെറ്റർ ആണ് കേട്ടോ. നമ്മൾ നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനും കുറച്ച് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ റീഡിങ് എന്ന് പറയുന്നത്. മൊബൈലിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് അഡിക്ഷൻ ആയിട്ട് മാറുന്നുണ്ട്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും സ്റ്റോറീസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം
അല്ലെ? പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വീഡിയോ നമ്മൾ പ്ലേ ചെയ്യും. പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? നിങ്ങൾ കണ്ടിന്യൂസ്ലി ആ വീഡിയോ തന്നെ ആയിരിക്കും കാണാം. ആണോ? അതിന് റിലേറ്റ് ചെയ്ത് വരുന്ന വീഡിയോസ് തന്നെ ആയിരിക്കും കാണാം? ഒരിക്കലും ഇല്ല. നമ്മുടെ മൈൻഡ് മാറാൻ വേറെ ഒന്നുമില്ല. അതിന് താഴെ റെഫറൻസിൽ കിടപ്പുണ്ടാകും, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് കിടപ്പുണ്ടാവും. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് കാണാം. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നമ്മൾ മറന്നു. നമ്മൾ എന്തിനു വേണ്ടിയാണോ ഫോൺ എടുത്തത് ആ കാര്യം നമ്മൾ മറന്നുകൊണ്ട് നമ്മൾ വേറെ കാര്യങ്ങൾക്ക് എൻഗേജ്ഡ് ആയി. അഡിക്ഷൻ ആണ്. മനസ്സിലായോ? അതായത് നമുക്ക് കുറച്ചു നേരത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നില്ല, നമ്മൾ വേറെ ഇതിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഫോണിലൂടെ കിട്ടുന്ന നോളജ് ആണെങ്കിലും ഇൻഫർമേഷൻസ് ആണെങ്കിലും അത് കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ഫോൺ നമ്മൾ ഓക്കെ ഫോണിലൂടെ നമുക്ക് അത്രയും കിട്ടുന്നുണ്ടല്ലോ എന്ന് ആരും വിചാരിക്കേണ്ട. അത് നമ്മുടെ മൈൻഡാണ് ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യാം, മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യുക ബുക്സ് വായിക്കുക. അത് കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ അമ്മമാര് ചെയ്യുമ്പോൾ കുട്ടികളാണെങ്കിലും അത് ഫോളോ ചെയ്യും. മനസ്സിലായോ? നമ്മൾ ഫോൺ നോക്കിയിരിക്കുകയാണെങ്കിൽ അവരും ഒന്ന് ഫോൺ നോക്കി തന്നെയാ പോവാ. ബുക്സ് ആണെങ്കിലോ നമ്മൾ ബുക്ക് വായിച്ചു നോക്കി അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ബുക്സ് പോയി എടുത്തിട്ട് വന്ന് ചിലപ്പോൾ വായിക്കും. മനസ്സിലായോ? അപ്പൊ നല്ല നല്ല ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുക. കുറെ മാറ്റാം നമുക്കറിയാം നമുക്ക് നെഗറ്റീവ്സ് ഉണ്ട്. എല്ലാവരും നല്ല വ്യക്തിത്വമാണോ? അല്ല, ഇവൻ ഞാൻ പോലും അങ്ങനെ അല്ല കേട്ടോ. ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യുന്ന നല്ല ഹാബിറ്റ്സ് ആണ് വളരെ മോശം. ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറ്റണം ചേഞ്ച് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ എനിക്കും അത് തന്നെയാ പറയാനുള്ളൂ. നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ക്യാരക്ടേഴ്സാ അല്ലെ? അറിയാലോ, ഞാൻ നിങ്ങളെപ്പോഴൊക്കെ തന്നെയാണ്. എനിക്ക് വലിയ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ പെർഫെക്റ്റ് ഒന്നല്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് നല്ല ഹാബിറ്റ്സ് ഫോളോ ചെയ്യാം. പിന്നെ വേർബിന്റെ കാര്യത്തിൽ നമ്മൾ വേർബ് നോക്കിയാണ് ഇപ്പൊ ഇത്രയും സംസാരിച്ച് വന്നത്. പറയാൻ കാരണം ഇത്രയും വേർബ്സ് നമുക്ക് അറിയാം, നമുക്ക് ഫെമിലിയർ ആയ കുറച്ച് വേർബ്സ് നോട്ട്സ് ഒക്കെയാണ് ഞാനിപ്പോ തന്നതെങ്കിലും നിങ്ങൾ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ നോട്ട്സിൽ എഴുതിയ നോട്ട്ബുക്കിൽ എഴുതിയ ഈ വേർബ്സ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം എല്ലാ ദിവസവും. ഞാൻ ഇപ്പൊ എത്ര നോട്ട്സ് തരുന്നോ എല്ലാ ദിവസവും ആ നോട്ട്സ് ഫസ്റ്റ് തുടങ്ങി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഉറക്കെ വായിച്ച് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇത് ചുമ്മാ തരുന്നല്ല. മനസ്സിലായോ? പ്രാക്ടീസ് ചെയ്യാണ്. യു മസ്റ്റ് പ്രാക്ടീസ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാനിപ്പോ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം നിങ്ങൾ എല്ലാവരും ഓക്കെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ മാക്സിമം നമുക്ക് ഈ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസ് നിങ്ങളുടെ പേര് ടെക്സ്റ്റ് ചെയ്യാം. നിങ്ങൾ വായിക്കുക, ഇത് വായിച്ച് കേൾക്കണം. മനസ്സിലായോ? ഓർലി വായിക്കണം. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക. എങ്ങനെയാണ് എന്റെ പ്രൊണൗൺസിയേഷൻ, എങ്ങനെയാണ് അത് പറയുന്നത്, എങ്ങനെയാണ് ശ്രദ്ധിച്ചിരിക്കുക. ചിലപ്പോ വായിക്കുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്യാം കേട്ടോ. മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും വരും, കേൾക്കാൻ പറ്റില്ല കേട്ടോ. സോ പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അബ്സോർബ്, absorbed, absorbed, accept, accepted, accepted, accuse, accused, accused, achieve, achieved, achieved, add, added, added, address, addressed, addressed, admire, admired, admired, allow, allowed, allowed, appoint, appointed, appointed, approach, approached, approached, approve, approved, approved, arrange, arranged, arranged, arrive, arrived, arrived, attack, attacked, attacked, attract, attracted, attracted, avoid, avoided, avoided, walk, walked, walked, beg, begged, begged, behave, behaved, behaved, believe, believed, believed, blame, blamed, blamed, call, called, called, cancel, cancelled, cancelled, care, cared, cared, carry, carried, carried. Okay, clear? Clear അല്ലേ? Okay, then next your name. എന്നിട്ട് ഞാനിപ്പോ വായിച്ച പോലെ വായിക്കാം. പേര് ടെക്സ്റ്റ് ചെയ്യൂട്ടോ. എല്ലാവരും വായിക്കണം, എല്ലാവരും വായിച്ചതിന് ശേഷം ഞാൻ കാര്യം പറയാം. ഓക്കെ, ഫസ്റ്റ് റാഷിദ വായിക്കും. Thank you, ma'am. Absorb, 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 accept, accepted, accepted, accuse, accused, accused,
achieve, achieved, achieved, add, added, added, address, addressed, addressed, admire, admired, admired, allow, allowed, allowed, appoint, appointed, appointed, approach, approached, approached, approve, approved, approved, arrange, arranged, arranged, arrive, arrived, arrived, attack, attacked, attacked, attract, attracted, attracted, avoid, avoided, avoided, bark, barked, barked, beg, begged, begged, behave, behaved, behaved, believe, believed, believed, blame, blamed, blamed, call, called, called, cancel, cancelled, cancelled, care, cared, cared, carry, carried, carried. Thank you. Okay, Rashida. Then Sanila. Yes, ma'am. Absorb, absorbed, absorbed. Accept, accepted, accepted. Accuse, accused, accused. Achieve, achieved, achieved. Add, added, added. Address, addressed, addressed. Admire, admired, admired. Allow, allowed, allowed. Appoint, appointed, appointed. Approach, approached, approached. Approve, approved, approved. Arrange, arranged, arranged. Arrive, arrived, arrived. Attack, attacked, attacked. Attract, attracted, attracted. Avoid, avoided, avoided. Bark, barked, barked. Beg, begged, begged. Believe, believed, believed. Blame, blamed, blamed. Call, called, called. Cancel, cancelled, cancelled. Care, cared, cared. Carry, carried, carried. One more, ma'am. Behave, behaved, behaved. Thank you. Okay, Sanila. Then Bismaya. Bismaya. Yes. Absorb, absorbed, absorbed. Accept, accepted, accepted. Accuse, accused, accused. Achieve, achieved, achieved. Add, added, added. Address, addressed, addressed. Allow, allowed, allowed. Admire, admired, admired. Appoint, appointed, appointed. Approach, approached, approached. Approve, approved, approved. Arrange, arranged, arranged. Arrive, arrived, arrived. Attract, attack, attacked, attacked. Attract, attracted, attracted. Avoid, avoided, avoided. Bark, barked, barked. Behave, behaved, behaved. Beg, begged, begged. Believe, believed, believed. Blame, blamed, blamed. Call, called, called. Cancel, cancelled, cancelled. Care, cared, cared. Carry, carried, carried. Thank you, ma'am. Okay, Bismaya. Then Vinsha. Yes, ma'am. Absorb, absorbed, absorbed. Accept, accepted, accepted. Accuse, accused, accused. Achieve, achieved, achieved. Add, added, added. Address, addressed, addressed. Admire, admired, admired. Allow, allowed, allowed. Appoint, appointed, appointed. Approach, approached, approached. Approve, approved, approved. Arrange, arranged, arranged. Arrive, arrived, arrived. Attack, attacked, attacked. Attract, attracted, attracted. Avoid, avoided, avoided. Bark, barked, barked. Beg, begged, begged. Behave, behaved, behaved. Blame, blamed, blamed. Call, called, called. Cancel, cancelled, cancelled. Care, cared, cared. Carry, carried, carried. Believe, believed, believed. Thank you, ma'am. Okay, Vinsha. Then Archana. Yes, ma'am. Absorb, absorbed, absorbed. Accept, accepted, accepted. Accuse, accused, accused. Achieve, achieved, achieved. Add, added, added. Address, addressed, addressed. Admire, admired, admired. Allow, allowed, allowed.
appoint, appointed, appointed, approach, approached, approached, approve, approved, approved, arrange, arranged, arranged, arrive, arrived, arrived, attack, attacked, attacked, attract, attracted, attracted, avoid, avoided, avoided, bark, barked, barked, beg, begged, begged, behave, behaved, behaved, believe, believed, believed, blame, blamed, blamed, call, called, called, cancel, cancelled, cancelled, care, cared, cared, carry, carried, carried. Thank you. Okay, Archana, then Sia. Yes, ma'am. Absorb, absorbed, absorbed, accept, accepted, accepted, accuse, accused, accused, achieve, achieved, achieved, added, 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 address, addressed, addressed, admirer, admired, admired, allow, allowed, allowed, appoint, appointed, appointed, approach, approached, approached, approve, approved, approved, arrange, arranged, arranged, arrive, arrived, arrived, attack, attacked, attacked, attract, attracted, attracted, avoid, 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 bark, barked, barked, beg, begged, begged, behave, behaved, behaved, believe, believed, believed, blame, blamed, blamed, call, called, called, cancel, cancelled, cancelled, care, cared, cared, carry, carried, carried. Okay, Nisia, then Minimol. Yes, ma'am. Absorb, absorbed, absorbed, accept, accepted, accepted, accuse, accused, accused, achieve, achieved, achieved, add, added, added, address, addressed, addressed, admire, admired, admired, allow, allowed, allowed, appoint, appointed, appointed, approach, approached, approached, approve, approved, approved, arrange, arranged, arranged, arrive, arrived, arrived, attack, attacked, attacked, attract, attracted, attracted, avoid, avoided, avoided, bark, barked, barked, beg, begged, begged, behave, behaved, behaved, believe, believed, believed, blame, blamed, blamed, call, called, called, cancel, cancel, cancelled, care, cared, cared, carry, carried, carried. Thank you, ma'am. Okay, Minimol, then Shilpa. Yes, ma'am. Absorb, absorb, absorbed, accuse, accused, accused, accept, accepted, accepted, achieve, achieved, achieved, add, added, added, address, addressed, addressed, admire, 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 allow, allowed, allowed, appoint, appointed, appointed, approach, approached, approached, approve, approved, approved, arrange, arranged, arranged, arrive, arrived, arrived, attack, attacked, attacked, attract, attracted, attracted, avoid, avoided, avoided, bark, barked, barked, beg, begged, begged, behave, behaved, behaved, believe, believed, believed, blame, blamed, blamed, call, called, called, cancel, cancelled, cancelled, care, cared, cared, carry, carried, carried. Thank you, ma'am. Okay, Shilpa, then Tina. Yes, ma'am. Absorb, absorbed, absorbed, accept, accepted, accepted, accuse, accused, accused, achieve, achieved, achieved, add, added, added, address, addressed, addressed, admire, admired, admired, allow, allowed, allowed, appoint, appointed, appointed, approach, approached, approached, approve, approved, approved, arrange, arranged, arranged, arrive, arrived, arrived, attack, attacked, attacked, attract, attracted, attracted, avoid, avoided, avoided, bark, barked, barked,
beg, beg, begged, behave, behaved, behaved, believe, believed, believed, blame, blamed, blamed, call, called, called, cancel, cancelled, cancelled, care, cared, cared, carry, carried, carried. Thank you. Okay, Tina, then is Taslima. Yes, ma'am. Absorb, absorbed, absorbed. Accept, accepted, accepted. Accuse, accused, accused. Achieve, achieved, achieved. Add, added, added. Address, addressed, addressed. Admire, admire, admired. Allow, allowed, allowed. Appoint, appointed, appointed. Approach, approached, approached. Approve, approved, approved. Arrange, arranged, arranged. Arrive, arrived, arrived. Attack, attacked, attacked. Attract, attracted, attracted. Avoid, avoided, avoided. Bark, barked, barked. Beg, begged, begged. Behave, behaved, behaved. Believe, believed, believed. Blame, blamed, blamed. Call, called, called. Cancel, cancelled, cancelled. Care, cared, cared. Carry, carried, carried. Thank you, ma'am. Okay, Taslima. And Nourisha, yeah, it's okay. Oh, then Arvini. Yes, ma'am. Absorb, absorbed, absorbed. Accept, accepted, accepted. Accused, accused, accused. Achieve, achieved, achieved. Add, added, added. Address, addressed, addressed. Admit, admired, admitted. Allow, allowed, allowed. Appointment, appointmented, appointmented. Approach, approached, approached. Approve, approved, approved. Arrange, arranged, arranged. Arrive, arrived, arrived. Attack, attacked, attacked. Attract, attracted, attracted. Avoid, avoided, avoided. Bark, barked, barked. Beg, begged, begged. Behave, behaved, behaved. Believe, believed, believed. Blame, blamed, blamed. Call, called, called. Cancel, cancelled, cancelled. Care, cared, cared. Carry, carried, carried. Thank you, ma'am. Okay, ready? Then Revati. Yes, miss. Absorb, absorbed, absorbed. Accept, accepted, accepted. Accuse, accused, accused. Achieve, achieved, achieved. Add, added, added. Address, addressed, addressed. Admire, admired, admired. Allow, allowed, allowed. Appoint, appointed, appointed. Approach, approached, approached. Approve, approved, approved. Arrange, arranged, arranged. Arrive, arrived, arrived. Attack, attacked, attacked. Attract, attracted, attracted. Avoid, avoided, avoided. Bark, barked, barked. Beg, begged, begged. Behave, behaved, behaved. Believe, believed, believed. Blame, blamed, blamed. Call, called, called. Cancel, cancelled, cancelled. Care, cared, cared. Carry, carried, carried. Thank you, Miss. Okay, Revati. Then Anu. Yes, ma'am. Absorb, absorbed, absorbed. Accept, accepted, accepted. Accuse, accused, accused. Achieve, achieved, achieved. Add, added, added. Address, addressed, addressed. Admire, admired, admired. Allow, allowed, allowed. Appoint, appointed, appointed. Approach, approached, approached. Approve, approved, approved. Arrange, arranged, arranged. Arrive, arrived, arrived. Attack, attacked, attacked. Attract, attracted, attracted. Avoid, avoided, avoided. Bark, barked, barked. Beg, begged, begged. Behave, behaved, behaved. Believe, believed, believed. Blame, blamed, blamed. Call, called, called. Cancel, cancelled, cancelled. Care, cared, cared. Carry, carried, carried. Thank you. Okay, Anu. Then Gladys.
Yes, ma'am. Absorb, absorbed, absorbed. Accept, accepted, accepted. Accuse, accused, accused. Achieve, achieved, achieved. Add, added, added. Address, addressed, addressed. Admire, admired, admired. Allow, allowed, allowed. Appoint, appointed, appointed. Approach, approached, approached. Approve, approved, approved. Arrange, arranged, arranged. Arrive, arrived, arrived. Attack, attacked, attacked. Attract, attracted, attracted. Avoid, avoided, avoided. Bark, barked, barked. Beg, begged, begged. Behave, behaved, behaved. Believe, believed, believed. Blame, blamed, blamed. Call, called, called. Cancel, cancelled, cancelled. Care, cared, cared. Carry, carried, carried. Thank you, ma'am. Okay, Gladys. Then Juby. Yes, ma'am. Absorb, absorbed, absorbed. Accept, accepted, accepted. Accuse, accused, accused. Achieve, achieved, achieved. Add, added, added. Address, addressed, addressed. Admire, admired, admired. Allow, allowed, allowed. Appoint, appointed, appointed. Approach, approached, approached. Approve, approved, approved. Arrange, arranged, arranged. Arrive, arrived, arrived. Attack, attacked, attacked. Okay, okay, Juby. Okay. Then Shabima, continue ചെയ്യട്ടോ. Juby stop ചെയ്യുന്നത് continue ചെയ്യും. Yes, ma'am. Okay, ma'am. Approve, approved, approved. Arrange, arranged, arranged. Arrive, arrived, arrived. Attack, attacked, attacked. Attract, attracted, attract. Avoid, avoided, avoided. Bark, barked, barked. Beg, begged, begged. Behave, behaved, behaved. Believe, believed, believed. Blame, blamed, blamed. Call, Okay. called. Then Call. Kavita. Yes, ma'am. Cold, cold, cold. Cancel, cancelled, cancelled. Care, cared, cared. Carry, carried, carried. Thank you, ma'am. Okay, Kavita. Then Ranjini. Yes, ma'am. Absorb, absorbed, absorbed. Accept, accepted, accepted. Accuse, accused, accused. Achieve, achieved, achieved. Add, added, added. Address, addressed, addressed. Admire, admired, admired. Allow, allowed, allowed. Appoint, Okay. appoint. Okay, Ranjini. Then Nivya. 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 Next ആരാ? ജദീദ എന്നാണ് പേര്. ജദീദ. Okay, വായിച്ചോളൂ. Appoint, appointed, appointed. Approach, approached, approached. Approve, approve, approved. Accept, accepted, accepted. Arrange, arranged, arranged. Arrive, arrived, arrived. Attack, attacked, attacked. Attract, attract, attracted. Avoid, avoid, avoided. Bark, barked, Okay. barked. Okay, അപ്പോ thank you. നിങ്ങൾ കുറച്ച് പേരൊക്കെ വായിച്ചു അല്ലെ? അപ്പൊ ഞാൻ തന്ന നോട്ട്സ് അല്ലെങ്കിൽ വേർബ്സ് അല്ലെങ്കിൽ വേർഡ്സ് നിങ്ങൾ വായിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ പറയുന്ന പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ? നോ മാം, പ്രൊനൗൺസിയേഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. മനസ്സിലായി. പ്രൊണൗൺസിയേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങളത് പറയാത്തത്. മനസ്സിലായോ? ശരിയല്ലേ? പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ല, പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഓരോ വേർഡ്സ് ആണെങ്കിൽ പോലും സംസാരിക്കാത്തത്. കാരണം ഏതൊരു ലാംഗ്വേജിലും പ്രൊണൗൺസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മലയാളത്തിലാണെങ്കിൽ പോലും ഇപ്പോ നമ്മുടെ പുറത്താരെങ്കിലും അല്ലെ, ബംഗാളീസോ ആരെങ്കിലും മലയാളം വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. വ്യത്യാസമുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മൾ വേറെ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ ഒരു മലയാളം നമ്മുടെ മദർ ടങ് ഒന്ന് ടച്ച് ചെയ്യും. സോ ടച്ച് ഉണ്ടാവാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ വായിച്ചത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് അറിയില്ല. കാരണം മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് വായിച്ചാണിരുന്നു അല്ലെ? അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാല് ഇനി
ഇനി അങ്ങോട്ട് നിങ്ങൾ ഏത് വേർഡ്സ് പഠിച്ചാലും പുതിയ പുതിയ വേർഡ്സ് നമ്മൾ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കുറെ വേർഡ്സ് നമ്മൾ പഠിക്കും. ഇവൻ ഇപ്പൊ ഞാൻ പറഞ്ഞ നോട്ട്സ് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയി ചെയ്ത് അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ പ്രൊണൗൺസിയേഷൻ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ കേട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും. ഓക്കെ, എന്തോ മാം മുൻപ് പറഞ്ഞിരുന്നു പ്രൊനൗൺസിയേഷൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ട് നോക്കണം എന്ന്. അറിയില്ലാത്തത് റിപ്പീറ്റ് കേട്ട് നോക്കണം എന്ന് മാം പറഞ്ഞിരുന്നു. അപ്പൊ അറിയാത്ത വേർഡ്സും കൂടി ഇല്ല കേട്ടോ. നമ്മൾ ഫെമിലിയർ ആയിട്ട് പറയുന്ന ഓരോ വേർഡ്സ് ആണെങ്കിൽ പോലും മിസ്റ്റേക്ക് ആണ് നമ്മൾ പറയുന്നത്. പ്രൊണൗൺസിയേഷൻ ഭയങ്കര മിസ്റ്റേക്ക് ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചിലപ്പോൾ വേർഡ്സ് ആയിരിക്കാൻ വേണ്ടി അത് വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് അറിയാവുന്നതും ഇനി പഠിക്കാൻ പോകുന്നതുമായ ഏതൊരു വേർഡ്സ് ആയിക്കോട്ടെ, നിങ്ങൾ പുതിയത് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടോ പ്രൊണൗൺസിയേഷൻ ചെക്ക് ചെയ്യുക. കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് തന്നെ പറഞ്ഞ് പഠിക്കാം. ഓക്കെ, ആരൊക്കെ കളിയാക്കിയാലും നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്ത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നെക്സ്റ്റ് ടൈം പറ്റുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഇപ്പോ തന്ന വേർഡ്സിന്റെ പ്രൊണൗൺസിയേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് വന്ന് അത് ഒന്ന് പ്രസന്റ് ചെയ്യും. ചേഞ്ച് നിങ്ങൾക്ക് തന്നെ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ മറന്നു പോയാലും നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്താം, റിമൈൻഡ് ചെയ്യാം, then അത് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് തന്നെ നോക്കുക. കാരണം ഓരോരുത്തർ വായിക്കാൻ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് എങ്ങനെയോ തട്ടിമുട്ടി നിങ്ങൾ എങ്ങനെയോ വായിച്ചു പോവാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ നിങ്ങൾ അത് പഠിച്ചേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് ലാംഗ്വേജ് ആ ഫ്ലുവൻസി നമുക്ക് കിട്ടും. ഓക്കെ, ആ ഒരു ഫ്ലോ വരണ്ടേ? നമ്മൾ സംസാരിക്കുന്ന ടൈമിലാണെങ്കിലും ഏത് വേർഡ്സ് പറയുമ്പോൾ ആ ഒരു ഫ്ലോ വരണം. അത് വരണമെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റൂ കേട്ടോ. പ്രാക്ടീസ് ചെയ്യാം, ഉറക്കി പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആണ്? നിങ്ങൾ എന്തായാലും പഠിക്കും. നിങ്ങൾക്ക് ആ ഒരു കപ്പാസിറ്റി ഉണ്ട്, പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ നിങ്ങൾ എന്തായാലും പഠിക്കും. സോ മാക്സിമം അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. ഒരു 1 hour എടുത്താലും മതി. നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യൂ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾ വോയിസ് അയച്ചാലും മതി. അങ്ങനെയെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആണ്. ഓക്കെ, പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നും. അപ്പൊ ഇംഗ്ലീഷിന് വേണ്ടി കുറച്ച് സമയങ്ങൾ മാറ്റി വെക്കുക കേട്ടോ. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു അറിയാലോ ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് ആണ്. നമ്മൾ സ്കൂളിൽ ടീച്ചറായിട്ട് പോവുകയാണെങ്കിൽ പോലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. ഇവൺ CBSE സ്കൂളിലൊക്കെയാണ് പോകുന്നെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാലോ? അപ്പൊ അവിടെ പോയിട്ട് പൊട്ടത്തരം വിളിച്ച് പറയാൻ പറ്റുമോ? ടീച്ചറാണ് പൊട്ടത്തരം വിളിച്ച് പറഞ്ഞ പിള്ളേര് കളിയാണ്. കാരണം നമ്മളെക്കാളും അറിയും അവർക്കുണ്ട്. അവരിപ്പോ പഠിക്കുന്നതാണെങ്കിലും അല്ലെ കറക്റ്റ് ആയിട്ട് അവർ പഠിക്കുന്നത്. നമ്മൾ പഠിച്ച സിലബസ് അല്ല ഇപ്പോ അവര്. അതുകൊണ്ട് നമ്മൾ ഓരോ വേർഡ്സ് ആയിക്കോട്ടെ ഓരോ സെന്റൻസ് ആയിക്കോട്ടെ നമ്മൾ കറക്റ്റ് പ്രൊണൗൺസിയേഷനിൽ ആ ഒരു ടോൺ അല്ലെ പറയുന്ന ഒരു മോഡുലേഷൻ ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ പറയുന്ന ഇന്ന് വായിച്ചത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ടൈം നിങ്ങൾ വായിക്കേണ്ടത്. നെക്സ്റ്റ് ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇന്ന് വായിച്ചവർ തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇത് ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇപ്പൊ കുറച്ച് പേര് നോട്ട്സ് കംപ്ലീറ്റ് അല്ലാന്ന് പറഞ്ഞു. നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഞാനിത് പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. ഓക്കെ, സൈൻ ഔട്ട് പറയാം നമുക്ക്. I would like to invite Tina for sign out the class. Thank you. Ma'am. Respected Ashwati ma'am and my dear friends, a big hello to all. I take this opportunity to thank our beloved Ashwati miss, who is always there to support us, to strengthen us, to enlighten us. We are so grateful for having Ashwati ma'am's class today. Ma'am taught us the importance of pronunciation. So thank you so much, ma'am. I also thank all our friends, especially Minimol, Archana, Ranjini and Sanila for conducting today's assembly. Let our friendship and sharing flourish every day. A big thank you to all and have a good time ahead. Thank you. Okay, so thank you all. See you next class. Okay. Thank you, ma'am. Thank you, miss. Thank you, ma'am. Thank you, miss. Thank you, miss. Thank you, ma'am.